ഭാഗം 4. അർജുൻ 2 ദിവസമായി ക്ലാസ്സിൽ വരാറില്ല. അവൻ എന്തു പറ്റിയെന്നറിയാതെ ഉണ്ണി വിഷമിച്ചു. താൻ അവനെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോഴാണ് ഉണ്ണിക്ക് മനസ്സിലായത്. കണ്ണില്ലാതായാലേ കാഴ്ചയുടെ വിലയറിയൂ എന്നത് എത്ര ശരി. 2 ദിവസത്തിന് ശേഷം ഒരു പ്രഭാതത്തിൽ അർജുൻ ഉണ്ണിയുടെ വീട്ടിലേക്ക് കയറി വന്നു. പപ്പയും മമ്മിയും നേരത്തെ പോയത് ഭാഗ്യം. ഗേറ്റിനരികെ പരിങ്ങി നിന്ന പയ്യനെ കണ്ട് ജയമ്മ ഭിക്ഷക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചു. അത്രയേറെ പരിതാപകരമായിരുന്നു അവൻ്റെ വേഷം. ഉണ്ണി ഓടി വന്ന് അർജുനെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അവനെ സൽക്കരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാലിൽ കുതിർത്ത ചോക്കോസ് കൊടുത്തു. സ്വാദോടെ ആർത്തിയോടെ അർജുൻ അത് കഴിക്കുന്നത് കണ്ടപ്പോൾ അവന് വല്ലാതെ വിശന്നിരുന്നെന്ന് ഉണ്ണിക്ക് മനസ്സിലായി. പിന്നീടാണ് അവൻ വിവരങ്ങൾ പറഞ്ഞത്. അച്ഛൻ ഹോസ്പിറ്റലിലാണ്. വയറുവേദന കൂടുതലായപ്പോൾ അഡ്മിറ്റ് ചെയ്തതാണ്. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. പണമില്ലാതെ അമ്മ കരച്ചിലാണ്. സഹായിക്കാൻ ആരുമില്ല. അറിയാവുന്നവരോടെല്ലാം കടം വാങ്ങിക്കഴിഞ്ഞു. ഉണ്ണി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. പോക്കറ്റ് മണിയായി ശേഷിക്കുന്നത് എണ്ണി നോക്കിയപ്പോൾ 500-ൽ താഴെ. അവനത് അർജുൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ടും അവൻ്റെ കണ്ണുകൾ തൂവുകയാണ്. എൻ്റെ അച്ഛൻ മരിച്ചു പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരുമില്ല. അവനെ സമാധാനിപ്പിക്കാൻ ഉണ്ണിക്കൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിക്കുക. നല്ല മനസ്സോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് തക്ക ഫലമുണ്ടാവും, തീർച്ച. ഉണ്ണി അർജുൻ്റെ കൈയും പിടിച്ച് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോയി. പരിചയപ്പെടുത്തേണ്ടി വന്നില്ല. ഉണ്ണിമോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അർജുൻ അല്ലേ? വാത്സല്യത്തോടെ അദ്ദേഹം ആരാഞ്ഞപ്പോൾ ഉണ്ണിക്ക് പോലും അത്ഭുതമായി. അർജുന് അപ്പൂപ്പൻ കുറച്ച് പലഹാരങ്ങൾ കൊടുത്തു. ഇഡ്ഡലി, വട, പഴം. അർജുൻ അതൊക്കെ എടുത്ത് പൊതിഞ്ഞു ബാഗിൽ വെച്ചു. അനിയത്തിക്ക് കൊടുക്കാനാ. നല്ല കുട്ടി. അദ്ദേഹം അവൻ്റെ കവിളിൽ തട്ടി. എന്താ അർജുൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ? കുട്ടിക്കെന്താ വിഷമം? ഉണ്ണിയാണ് അവൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്തില്ലേൽ അച്ഛൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അർജുൻ പൊട്ടിക്കരഞ്ഞപ്പോൾ ഉണ്ണിയും ഒപ്പം കരഞ്ഞു. അപ്പൂപ്പൻ 2 കുട്ടികളുടെയും നിറഞ്ഞു തൂവുന്ന കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി. മക്കൾ പോയിക്കോ. ഞാൻ മോൻ്റെ അച്ഛനെ ആസ്പത്രിയിൽ വന്ന് കാണാം കേട്ടോ. ഉണ്ണിക്ക് സമാധാനമായി. അപ്പൂപ്പൻ്റെ മനസ്സലിവിൻ്റെ കഥകൾ ഉണ്ണിക്കറിയാവുന്നതാണ്. അപ്പൂപ്പൻ വാക്കുപാലിച്ചു. ആസ്പത്രിയിൽ പോയി അർജുൻ്റെ അച്ഛനെ കണ്ടു. അപ്പൂപ്പൻ അയാളെ സഹായിക്കും. ഉണ്ണി മനസ്സുകൊണ്ട് ആശ്വസിച്ചു. ഒരു രാത്രിയിൽ മമ്മി പപ്പയോട് വഴക്കിടുന്നതിൻ്റെ കാരണം ഉണ്ണിക്ക് മനസ്സിലായി. ആരോരുമല്ലാത്ത ഏതോ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഓപ്പറേഷന് വലിയ തുക കൊടുത്ത് സഹായിക്കാൻ നിങ്ങളുടെ അച്ഛന് വട്ടാണോ എന്നാണ് മമ്മി ചോദിച്ചത്. പുരയിടത്തിൽ നിന്നുള്ള വരുമാനവും ടൗണിലെ കടകളിൽ നിന്ന് ലഭിക്കുന്ന വാടകയും മാസം തോറുമുള്ള പെൻഷൻ തുകയും ചേർത്ത് വലിയൊരു സമ്പാദ്യം കയ്യിലുള്ളതിൻ്റെ അഹങ്കാരമാണിത്. ആർക്കെങ്കിലും കൊടുത്ത് സഹായിക്കാനുള്ളതാണോ ഇത്രയും തുക? ഇവിടെ പണത്തിനു വേണ്ടി നമ്മൾ വിഷമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളുടെ അച്ഛന് തെല്ലെങ്കിലും മനസ്സാക്ഷിയുണ്ടോ? പപ്പ നിസ്സഹായനായി പറഞ്ഞു. അതൊക്കെ അച്ഛൻ്റെ സ്വന്തം സമ്പാദ്യങ്ങളല്ലേ. ചോദിക്കാനുള്ള അവകാശമൊന്നും മറ്റാർക്കുമില്ല. ഇല്ലേ? എങ്കിൽ അങ്ങേര് താമസിക്കുന്ന വീട് നിങ്ങളുടെ പേർക്കുള്ളതാണല്ലോ. അതങ്ങ് വിറ്റേക്കണം. എന്നിട്ട് അച്ഛൻ എങ്ങോട്ട് പോകും? ഇവിടെ വന്ന് താമസിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമല്ല. എന്നാലും അതിനൊക്കെ വഴിയുണ്ട്. ആദ്യം നിങ്ങൾ ആ വീട് വിൽക്കാനുള്ള വഴി നോക്ക്. പപ്പയ്ക്ക് വാക്കുകൾ വഴിമുട്ടുന്നു. മമ്മിയുടെ നിർബന്ധം തുടരുന്നു. അപ്പൂപ്പൻ അർജുൻ്റെ അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതായിരുന്നു ഉണ്ണിയുടെ ആശ്വാസം. അച്ഛനില്ലെങ്കിൽ അർജുനും അമ്മയും അവൻ്റെ കുഞ്ഞനിയത്തിയും അനാഥരാവും. അപ്പൂപ്പൻ്റെ മുന്നിൽ നമസ്കരിക്കാനാണ് ഉണ്ണിക്ക് തോന്നിയത്. ജനൽപ്പാളികൾക്കിടയിലും അവൻ ആ വീട്ടിലേക്ക് നോക്കി. നേർത്ത വെളിച്ചത്തിൽ മുങ്ങിയിരിക്കുന്ന പഴയ ഒരു വീട്. അടുത്ത ദിവസം അർജുൻ ക്ലാസ്സിൽ വന്നത് തെളിഞ്ഞ മനസ്സോടെയായിരുന്നു. ഞാൻ എങ്ങനെയാ ഉണ്ണി നിന്നോട് നന്ദി പറയുക? എൻ്റെ വീട് രക്ഷപ്പെട്ടു. ഓപ്പറേഷൻ കഴിഞ്ഞ് അച്ഛന് സുഖമായി. ഇനി വയറുവേദന വരില്ല. നീയും നിൻ്റെ അപ്പൂപ്പനും ഇല്ലായിരുന്നാൽ ഞങ്ങളുടെ അച്ഛൻ മരിച്ചു പോയേനെ. അമ്മ പറയാണ്, ദൈവം മനുഷ്യരുടെ മുന്നിൽ വരുന്നത് ഓരോ രൂപത്തിലാണ്. ഞങ്ങളുടെ മുന്നിൽ വന്നത് ഉണ്ണിയുടെ രൂപത്തിലാണെന്ന്. ഉണ്ണിക്ക് ചമ്മലാണ് തോന്നിയത്. അങ്ങനെ പറയല്ലേ അർജുൻ. ഒരാൾക്ക് കൂടുതൽ പണം കൈവരുന്നത് അതില്ലാത്തവർക്കും കൂടെ ഉപകരിക്കാനാണ്. ആർക്കും കൊടുക്കാതെ പണം കൈവശം സൂക്ഷിക്കുന്നവരെ കൊണ്ട് ഈ നാട്ടിന് എന്തു കാര്യം? എല്ലാം ഈശ്വരൻ്റെ നിശ്ചയമാണ്. പപ്പയും മമ്മിയും അപ്പൂപ്പൻ ചെയ്ത നന്മയുടെ പേരിൽ വഴക്കിട്ടതൊന്നും ഉണ്ണി അർജുനോട് പറഞ്ഞില്ല. അതവനെ വേദനിപ്പിച്ചേക്കും.
അവധി ദിവസം പപ്പയും മമ്മിയും വെളിയിലേക്ക് പോകാൻ ഇറങ്ങുന്നത് കണ്ട് ഉണ്ണിക്ക് സന്തോഷമായി. രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ അവനൊരു സ്വാതന്ത്ര്യവുമില്ല. എന്തു ചെയ്താലും കുറ്റമാണ്. മുറ്റത്തിറങ്ങാനോ ഓടിക്കളിക്കാനോ സമ്മതിക്കില്ല. എപ്പോഴും പഠിക്കണം. ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയോ ടി വിയുടെയോ മുന്നിൽ. എന്താണ് ഇത്രയധികം പഠിക്കാനുള്ളത്? ഉണ്ണി ചിന്തിച്ചിട്ടുണ്ട്. പഠിക്കാത്തതിൻ്റെ പേരിൽ ഇന്നോളം ഒരു ടീച്ചർക്കും അവനെ ശിക്ഷിക്കേണ്ടി വന്നിട്ടില്ല. ക്ലാസ്സിൽ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയുന്നത് ഉണ്ണിയാണ്. ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ സംശയം തീർക്കാനും ഉണ്ണി തന്നെ വേണം. പക്ഷേ അവൻ്റെ പപ്പയും മമ്മിയും അവനെ സദാ കുറ്റപ്പെടുത്താറേയുള്ളൂ. ഈ കുട്ടി വളരെ ലേസിയാണെന്ന് പറയാറുള്ള മമ്മിയുടെ മുഖഭാവം അവനെ സങ്കടപ്പെടുത്തും. ചിലപ്പോൾ പപ്പയും പറയും ഉണ്ണിക്ക് ഒട്ടും അനുസരണയില്ലെന്ന്. പക്ഷേ അപ്പൂപ്പൻ അവനെ ആശ്വസിപ്പിക്കും. ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടി ഉണ്ണിമോനാണ്. ഏതായാലും പപ്പയും മമ്മിയും സർക്യൂട്ടിനിറങ്ങിയത് അവനെ സന്തോഷിപ്പിച്ചു. അപ്പൂപ്പൻ്റെ വീട് തെളിവെയിലിൽ കുളിച്ച് അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പൂപ്പൻ അവന് ശർക്കരയും തേങ്ങയും നിറച്ച ഗോതമ്പട തിന്നാൻ കൊടുത്തു. അവനത് സ്വാദോടെ കഴിക്കുമ്പോൾ അപ്പൂപ്പൻ വാത്സല്യത്തോടെ അരികിലിരുന്നു. പിന്നീട് വരാന്തയിലെ ചാരുകസേരയിലിരുന്ന ശേഷം അവനെ മടിയിൽ പിടിച്ചിരുത്തി കഥകൾ പറഞ്ഞു കൊടുത്തു. കഥകൾ ഓരോന്നായി പറയുമ്പോൾ ആ മുഖത്ത് സ്ഥിരമായുണ്ടായിരുന്ന പ്രസന്നത മാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണ്ണി ശ്രദ്ധിച്ചു. ചിരിക്കുമ്പോഴും ചിരി വേണ്ടത്ര തെളിയാത്ത അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഉണ്ണി ചോദിച്ചു, എന്താ അപ്പൂപ്പന് ഒരു സന്തോഷമില്ലാതെ? അപ്പൂപ്പന് സുഖമല്ലേ? പനിയുണ്ടോ? അപ്പൂപ്പൻ്റെ നെറ്റിയിൽ അവൻ കൈവച്ച് നോക്കി. ഒട്ടും ചൂടില്ലല്ലോ, പിന്നെ എന്തു പറ്റി? അപ്പൂപ്പൻ അവനെ നെഞ്ചോടണച്ചു പിടിച്ചു. ബലിഷ്ഠമായ ആ കൈകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നപ്പോൾ അവന് ആശ്വാസം തോന്നി. പിന്നെ വിശേഷങ്ങളുടെ ഒഴുക്കായിരുന്നു. സ്കൂളിലെ കൊച്ചു കൊച്ചു രസങ്ങളും പപ്പയും മമ്മിയും വഴക്കിടുന്നതും ക്ലാസ്സിലെ ചട്ടക്കാരുള്ള ജിതേഷിനെ കൂട്ടുകാർ പരിഹസിച്ചതുമൊക്കെ പറഞ്ഞു. അവൻ്റെ മൂർധാവിൽ ഉമ്മ വച്ച് അദ്ദേഹം നനുത്ത ശബ്ദത്തിൽ പറഞ്ഞു, മോൻ്റെ പപ്പയും നിന്നെപ്പോലെ അലിവും സ്നേഹവും ഉള്ളവനായിരുന്നു. വളർന്നു വലുതായി സമ്പത്ത് കുമിഞ്ഞപ്പോഴാണ് ആ സന്മനുഭാവം മാഞ്ഞു പോയത്. എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ നന്മ നിറഞ്ഞ ഈ മനസ്സ് കൈമോശം വരാതെ സൂക്ഷിക്കണം. അപ്പൂപ്പൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? കോൾഡ് ഉണ്ടോ? ഇല്ല മോനെ. അപ്പൂപ്പൻ അവനോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ജയാമ്മയും മണിയേട്ടനും തമ്മിലുണ്ടായ സംസാരം ഉണ്ണിയുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അപ്പൂപ്പൻ താമസിക്കുന്ന വീട് വിൽക്കുകയാണെന്ന്. ഇനി മുതൽ അദ്ദേഹം താമസിക്കുന്നത് കുറേ അകലെയുള്ള ഒരു വൃദ്ധസദനത്തിലായിരിക്കുമെന്ന്. ധനികരായ വൃദ്ധർക്കുള്ള താമസ സ്ഥലമാണത്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അവിടെ അപ്പൂപ്പന് ഉണ്ണിയില്ല. സ്വന്തമായി പാചകം ചെയ്യാൻ അടുക്കളയില്ല. നോക്കാൻ പറമ്പും കൃഷിയുമില്ല. സ്വന്തമായതൊന്നുമില്ല. ഉണ്ണി ഞെട്ടിപ്പോയി. അപ്പൂപ്പനെ കാണാതിരിക്കുക എന്നത് അവൻ്റെ ചിന്തയ്ക്ക് അപ്രാപ്യമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ അനുദിനം മുന്നേറുന്നത് ആ കുഞ്ഞു മനസ്സ് അറിയുന്നുണ്ടായിരുന്നു. അപ്പൂപ്പൻ പെട്ടെന്ന് വയസ്സനായതുപോലെ തോന്നിച്ചു. ആ ചുറുചുറുക്കും ചിരിയും നഷ്ടമായിരിക്കുന്നു. സദാ ചാരുകസേരയിൽ ചെന്നിരിക്കും. താൻ നട്ടുവളർത്തിയ ചെടികളും വാഴകളും മരങ്ങളും തലോടിക്കൊണ്ട് നിറക്കണ്ണുകളോടെ പറമ്പിലൂടെ നടക്കും. ഇങ്ങനെ താൻ അപ്പൂപ്പനെ കാണുക ഇനി എത്ര ദിവസമെന്നോർത്ത് ഉണ്ണിയുടെ മനസ്സ് വിതുമ്പി. അത് കാണുമ്പോൾ മമ്മിക്ക് കലി വരും. അവൻ്റെ ചെവിയിൽ നഖപ്പാടുകൾ പതിയും. പപ്പയും മമ്മിയും ഒന്നിച്ചിരിക്കുന്ന സമയത്തെല്ലാം മുറുകിയ സംഭാഷണം തന്നെ. ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ. പണമാണ് അവരുടെ മുഖ്യ വിഷയം. സാമ്പത്തിക നേട്ടങ്ങളാണ് ലക്ഷ്യം. അതിനിടയിലൊന്നും അപ്പൂപ്പൻ എന്ന മനുഷ്യജീവിയില്ല. പപ്പയെ സ്നേഹിച്ചു വളർത്തി വലുതാക്കിയ വൃദ്ധനായ അപ്പൂപ്പന് അവിടെ ഒരു സ്ഥാനവുമില്ല. പലതവണ ഉണ്ണി കേണു. അവന് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. അപ്പൂപ്പൻ ഇവിടെ താമസിച്ചോട്ടെ പപ്പ. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അവരോടൊപ്പം തന്നെയാണല്ലോ താമസിക്കുന്നത്. എന്തിനാ എൻ്റെ അപ്പൂപ്പനെ മാത്രം ദൂരെ ഓൾഡ് ഏജ് ഹോമിലാക്കുന്നത്? അത് കേൾക്കെ മമ്മി അവനെ വഴക്കു പറഞ്ഞു ഓടിച്ചു. മമ്മി ഇല്ലാത്ത സമയത്ത് ഒരു തവണ അവനെ ചേർത്ത് പിടിച്ചു പപ്പ പറയുകയുണ്ടായി, പപ്പയ്ക്ക് വേറെ വഴിയില്ല മോനെ. തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുകയാണ്. മോൻ പപ്പയോട് ക്ഷമിച്ചേക്കരുത്. അവനൊന്നും മനസ്സിലായില്ല. എന്നാലും അപ്പൂപ്പൻ ദൂരെ പോകുന്നതിൽ പപ്പയ്ക്ക് സങ്കടമുണ്ടെന്നത് അവനെ ആശ്വസിപ്പിച്ചു. മമ്മിക്ക് അല്പമെങ്കിലും കാരുണ്യം തോന്നാൻ അവൻ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചു.